സ്കൂൾ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കഴക്കൂട്ടം എം.എൽ.എ. ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗവുമായ വി. മുരളീധരൻ ട്രൈബൽ വിദ്യാർത്ഥികൾക്ക് മിഠായി വിതരണം ചെയ്തത് ആ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനൽ പുറത്തുവിട്ടിരിക്കുകയാണ്. ആരുടെയും കരളലിയിക്കുന്ന തരത്തിലുള്ള ഒരു ദൃശ്യമാണ് ആ ചാനൽ പുറത്തുവിട്ടത്. അതായത് വി. മുരളീധരൻ ആ ട്രൈബൽ വിദ്യാർത്ഥികളുടെ മുന്നിൽ കവറിലിട്ടാക്കിയ മിഠായി ആ ബെഞ്ചിലിങ്ങനെ വെതറിക്കൊടുക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടത്. ബി.ജെ.പിക്കകത്തെ സവർണ മനസ്സുകളുടെ മറ്റൊരു നേർചിത്രമാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ബി.ജെ.പി. മനുസ്മൃതിയിൽ അധിഷ്ഠിതമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടിയാണെന്നും ബി.ജെ.പിയുടെ പ്രഖ്യാപിത ശത്രുക്കൾ എന്നവർ പറയുന്നത് ഒന്ന് ക്രിസ്ത്യാനികൾ, 2 കമ്മ്യൂണിസ്റ്റുകൾ, 3 മുസ്ലിങ്ങൾ, ഇങ്ങനെയാണ് അവർ പറയുന്നത്. പക്ഷെ അതിനപ്പുറം ഹൈന്ദവ മതവിഭാഗത്തിലെ സവർണരല്ലാത്ത എല്ലാ ആളുകളും ഇവരുടെ ശത്രുക്കളാണെന്ന് കോൺഗ്രസിന്റെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സംഘപരിവാർ സംഘടനകൾ പറയുന്നത് ഹൈന്ദവ ഉന്നമനവും ഹൈന്ദവ ഏകീകരണവുമാണ് ഞങ്ങളുടെ ലക്ഷ്യം. പക്ഷേ ഹൈന്ദവരായ ഷെഡ്യൂൾഡ് ട്രൈബിൽ പെട്ട വിദ്യാർത്ഥികൾക്ക് അവരുടെ ശരീരത്തിൽ സ്പർശിക്കുന്നതിന് കൊണ്ട് മാത്രമാണ് വി. മുരളീധരൻ ഇത്തരത്തിൽ മിഠായി വിതരണം ചെയ്തതെന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരു, അല്ലെങ്കിൽ ട്രൈബൽ സ്കൂളാണെന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അങ്ങനെ ഒരു ചിന്താഗതി മനസ്സിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം ആ കുട്ടികളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഒരു ജനപ്രതിനിധിയാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഇരിക്കുന്ന കുട്ടികൾ, അതും വളരെ തീരെ ചെറിയ കുട്ടികളാണ്. എന്താണ്, അല്ലെങ്കിൽ ബി.ജെ.പിക്ക് എന്ത് പറഞ്ഞാണ് ന്യായീകരിക്കാനാവുക? പലരും പറയുന്നുണ്ട് ഒരുപാട് മുട്ടായി ഒരു കുട്ടിക്ക് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ കയ്യിലെടുത്തിട്ട് കൊടുക്കാമായിരുന്നല്ലോ. അപ്പോൾ ആ കുട്ടികളെ തൊടാനാകില്ല, അല്ലെങ്കിൽ എനിക്ക് തൊടാൻ കഴിയില്ല എന്നൊരു ചിന്താഗതി കൊണ്ട് തന്നെയാണ് അത് ഡെസ്കിൽ ആ മുട്ടായി കുടഞ്ഞിടുന്നത്. മന്ത്രിയുള്ള വേദി, അല്ലെങ്കിൽ മന്ത്രി ആ സമയത്തുണ്ടായിരുന്നു, മന്ത്രി തുളസി ഉണ്ടായിരുന്നു. മന്ത്രിയും പ്രതികരിച്ചിട്ടില്ല എന്നൊരു അഭിപ്രായം, ഒരു കാര്യം കൂടി അതിൻ്റെ അകത്തുണ്ട്. മന്ത്രിയെങ്കിലും പറഞ്ഞ് തിരുത്തണമായിരുന്നു, അല്ലെങ്കിൽ മന്ത്രി അവിടെ മുട്ടായി എടുത്തു കൊടുത്ത് മാതൃകയാകണമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാര്യം കുട്ടികളുടെ മനസ്സിൽ, അതും പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിലൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ കുട്ടികളുടെ മനസ്സിൽ പിന്നീട് അത് വലിയ വേദനയായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളിപ്പോ പറയുന്ന പോലെ ജാതിയില്ല, മതമില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിൽ എല്ലാവർക്കും വിദ്യാഭ്യാസമുണ്ട്, പഴയ പോലെ ജാതിയില്ല, അല്ലെങ്കിൽ ജാതി സമുദായങ്ങളൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ പോലെ ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ, അതും ചെറിയ കുട്ടികൾക്ക് നേരെയാണ്. അപ്പോൾ അവരുടെ മനസ്സിലത് മുറിവായി തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ അവരെ അത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ബി.ജെ.പി. അധികാരത്തിലേക്ക് വന്നല്ല, അല്ലെങ്കിൽ ബി.ജെ.പിക്ക് ഇപ്പോൾ നിലവിൽ 3 സീറ്റാണുള്ളത്. അതിൽ ബി.ജെ.പി. അധികാരത്തിലേക്ക് വരികയാണ് എങ്കിൽ, അല്ലെങ്കിൽ ബി.ജെ.പിക്ക് അധികാരം കേരളത്തിൽ നൽകുകയാണ് എങ്കിൽ ഇതിനേക്കാൾ വലിയ, അല്ലെങ്കിൽ ഇതിലും മോശപ്പെട്ട അവസ്ഥയിലൂടെ കേരളം പോകും എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് നൽകുന്നത് കുട്ടികളോട്. മുൻ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ട്, കുട്ടികളോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ ബി.ജെ.പിക്ക് അല്ലാതെ മറ്റാർക്ക് കഴിയുന്നില്ല. അതൊരു പരിധിവരെ സത്യമാണ് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും. കാര്യം സാധാരണക്കാരെ പിഞ്ചു കുഞ്ഞുങ്ങളോട് അവർക്ക് മുട്ടായി എടുത്ത് കൊടുക്കുന്നതിൽ എന്ത് പ്രശ്നമാണ് ഉള്ളത് എന്നൊരു ചോദ്യമുണ്ട്. അവർണനും സവർണനും ഇല്ല എന്ന് പറയുന്ന കേരളത്തിൽ ഇത്തരം ചിന്താഗതിയുമായാണ് ബി.ജെ.പിക്കാർ മുന്നോട്ട് പോകുന്നത്. എന്ത് പറഞ്ഞായിരിക്കും ഈ വിഷയത്തെ ന്യായീകരിക്കാൻ കഴിയുക എന്നൊരു ചോദ്യമുണ്ട്. നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാര്യം സ്കൂൾ തുറന്നത് പ്രവേശനോത്സവമാണ്. കുട്ടികൾ ഏറ്റവും സന്തോഷത്തോടു കൂടിയിരിക്കുന്ന സമയത്ത് ഒരാൾ, അതിപ്പോ ഒരു അധ്യാപകനാണ്, അല്ലെങ്കിൽ ഒരു അധ്യാപികയോ ചെയ്താൽ പോലും കുട്ടികൾ അത് ഭയങ്കരമായി, അല്ലെങ്കിൽ കുട്ടികൾക്ക് നെഗറ്റീവായി ഫീൽ ചെയ്യുന്ന ഒരു കാര്യം ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് വലിയ പിഴവ് തന്നെയാണ്. ഇനിയിപ്പോ സമൂഹത്തിന് മുന്നിൽ വന്ന് മാപ്പ് പറഞ്ഞാൽ പോലും അത് ശരിയായ ഒരു നിലപാടല്ല. ഇനി അത് തിരുത്താൻ വേണ്ടി ആ സ്കൂളിൽ പോയി കുട്ടികൾക്ക് കയ്യിൽ മിഠായി കൊടുത്താലും ആദ്യം എന്തുകൊണ്ട് കൊടുത്തില്ല എന്നൊരു ചോദ്യം സ്വാഭാവികമായും കുട്ടികളുടെ ഉള്ളിലുണ്ടാകും. ഒരു കുട്ടിയെങ്കിലും അത് അവരുടെ രക്ഷകർത്താവിനോട്, അല്ലെങ്കിൽ അധ്യാപികയോട് ചോദിച്ചിട്ടുണ്ടാകും, എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കയ്യിൽ മുട്ടായി തരാഞ്ഞതെന്ന്. അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിലുള്ളവർ സ്വാഭാവികമായും കുട്ടികൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും തന്നെ ബി.ജെ.പിയുടെ കയ്യിലോ മുരളീധരന്റെ കയ്യിലോ മറുപടി ഉണ്ടാകില്ല. എന്തായാലും ഒരു ബി.ജെ.പി. എന്താണ് ഓരോ ദിവസം കഴിയുന്നതോറും തെളിയിക്കുക തന്നെയാണ് കേരളത്തിൽ. തീർച്ചയായും നവോത്ഥാന കേരളത്തിന്റെ ഒരുപാട് ചരിത്രമുണ്ട്. ആ ചരിത്രത്തെ മറക്കരുത് വി. മുരളീധരൻ എന്നാണ് പറയാനുള്ളത്. എ.കെ.ജിയുടെ നേതൃത്വത്തിൽ പട്ടിണി ജാഥ നടന്ന സംസ്ഥാനമാണ് കേരളം. വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹത്തിനും വേദിയായ സംസ്ഥാനമാണ് കേരളം. കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ആഹ്വാനം അനുസരിച്ചാണ് വൈക്കം സത്യാഗ്രഹത്തിന് കേരളത്തിൽ നേതൃത്വം നൽകിയത്. ഐത്തോച്ചാടന പോരാട്ടത്തിനകത്ത് തങ്കലിപികളാൽ രേഖപ്പെടുത്തിയ ചരിത്രമുള്ള നാടാണ് കേരളത്തിന്റെ നാട്. തിരുവനന്തപുരത്തിന്റെ മണ്ണിലൂടെ അയ്യങ്കാളി വില്ലുവണ്ടി ഓടിച്ച നാടാണ് കേരളത്തിന്റെ മണ്ണ്. ആ തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ തന്നെയാണ് അയ്യങ്കാളിയുടെ ഓർമ്മകൾ ഇന്നും തുളുമ്പി നിൽക്കുന്ന, ശ്രീനാരായണ ഗുരുവിന്റെ ഓർമ്മകൾ തുളുമ്പി നിൽക്കുന്ന ആ മണ്ണിലാണ് വി. മുരളീധരന്റെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ വി. മുരളീധരൻ എന്ന് പറയുന്ന കേരളത്തിലെ ഒരു ജനപ്രതിനിധി, കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വന്ന ഒരു ജനപ്രതിനിധി ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചത്. ഇത് നവോത്ഥാന കേരളത്തിലെ ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തുന്നതിന് തുല്യമാണ്. ഈ വിഷയത്തിൽ ബി.ജെ.പിയുടെ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന് ABVPക്ക് എന്താണ് പറയാനുള്ളത്? ഈ വിഷയത്തിൽ സംഘപരിവാർ യുവജന പ്രസ്ഥാനമായ യുവമോർച്ചയ്ക്ക് എന്താണ് പറയാനുള്ളത്? അവർ MLA തിരുത്താൻ തയ്യാറാകുമോ? ഈ വി. മുരളീധരൻ നേരത്തെ കേന്ദ്രമന്ത്രി
മന്ത്രിയായ വ്യക്തിയാണ്, കേന്ദ്ര സഹമന്ത്രിയായ വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നു, അദ്ദേഹം ABVP നേതാവായിരുന്നു. നെഹ്റു യുവകേന്ദ്രയിലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ച ഒരു വ്യക്തിയാണ് വി മുരളീധരൻ. ആ വി മുരളീധരനാണ് ഇത്തരത്തിൽ ഷെഡ്യൂൾഡ് ട്രൈബിൽപ്പെട്ട ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ, പിഞ്ചു മക്കളെ, അതായത് 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുന്ന പിഞ്ചു കുട്ടികളോട് ഇത്തരത്തിൽ ഒരു അനീതി ചെയ്തത്. അദ്ദേഹം ജനങ്ങളോട് പറയാൻ ബാധ്യസ്ഥനാണ്. എന്തുകൊണ്ടാണ് ആ കുട്ടികളുടെ മുന്നിൽ ആ കുട്ടികൾക്ക് മിഠായി എടുത്ത് കയ്യിൽ കൊടുക്കാതെ അവരുടെ ഡെസ്കിൽ അത് വിതറിപ്പോയത് എന്തുകൊണ്ടാണെന്ന് പറയാൻ ഈ വി മുരളീധരൻ ബാധ്യസ്ഥരാണ്. വി മുരളീധരൻ മാത്രം പറഞ്ഞാൽ പോലെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി, അദ്ദേഹം പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഈ വിഷയത്തിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. BJP നിയമസഭാ കക്ഷി നേതാവ് ഗോപകുമാർ ഈ വിഷയത്തിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. നവോത്ഥാന കേരളത്തെ നോക്കി കൊഞ്ഞനം കുത്തുന്നവൻ ആരായാലും അതിനെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത ചിന്തകൾക്ക് അതീതമായി അവരെ നേരിടണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ മണ്ണാണ് കേരളത്തിന്റെ മണ്ണ്. നവോത്ഥാനത്തിന്റെ പാരമ്പര്യം പേറുന്ന ഈ മണ്ണിൽ കേരളത്തിന്റെ നവോത്ഥാന പോരാട്ടം രാജ്യത്തിനാകെ മാതൃകയാണ്. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒരു കാലത്ത് നടമാടിയ കേരളത്തിൽ അതിനെതിരെ ശക്തമായ പോരാട്ടം നയിച്ച കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇന്ന് കേരളത്തിൽ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് മനുസ്മൃതിയിൽ അനുഷ്ഠിതമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, മനുസ്മൃതിയാണ് തങ്ങളുടെ വേദഗ്രന്ഥം എന്ന് പറഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവിൽ നിന്നും ഇത്തരത്തിൽ ഒരു ജനപ്രതിനിധിയിൽ നിന്നും ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് അത് നവോത്ഥാന കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? തീർച്ചയായും അപമാനിക്കുന്നതിന് തുല്യമാണ്. ഒരിക്കലും കേരളത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചതിന്റെ പേരിൽ വിദ്യാർത്ഥികളടക്കം ആത്മഹത്യ ചെയ്യുമ്പോൾ കേരളം ഒന്നടങ്കം പറഞ്ഞത് അധ്യാപകർക്കെതിരായി സംസാരിച്ച സമൂഹമാണ് കേരളം. പക്ഷെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും കേരളത്തിലെ പലരുടെയും, അല്ലെങ്കിൽ നമ്മൾ എത്ര മാറിയെന്ന് പറഞ്ഞാലും, നവോത്ഥാനം പറഞ്ഞാലും, അവർണനും സവർണനും ഇല്ല എന്ന് പറഞ്ഞാലും, ഒരു തലമുറയുടെ അല്ലെങ്കിൽ ഒരുപാട് കേരളത്തിലെ ഒരു 60% ആളുകളുടെ ഉള്ളിലും ജാതി വ്യവസ്ഥ കിടപ്പുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് ഒരിക്കൽ കൂടി ഊട്ടി ഉറപ്പിക്കുക മാത്രമാണ് മുരളീധരൻ ചെയ്തതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പലപ്പോഴും പല ആളുകളുടെ ഉള്ളിലും ഇതുണ്ടാകാം. അവർ ജനപ്രതിനിധികളാകുമ്പോൾ അത് മാറ്റിവെക്കുന്നവരുണ്ട്. ഞാൻ പറയുന്നത് അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു സവർണ ബോധം അല്ലെങ്കിൽ സവർണനും അവർണനും എന്ന ചിന്തയുണ്ടെങ്കിൽ അവരൊരിക്കലും ഒരു ജനപ്രതിനിധി ആകാൻ യോഗ്യനല്ല. അവരുടെ കൂടി അല്ലെങ്കിൽ ഈ കുട്ടികളുടെ രക്ഷകർത്താക്കളുടെ വോട്ട് കൂടി വാങ്ങിച്ചാണല്ലോ ഇവർ വിജയിച്ചത്. അങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അവർണനും സവർണനും എന്ന ചിന്ത മനസ്സിൽ എവിടെയെങ്കിലും ഉള്ള ആളുകൾ ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ യോഗ്യരല്ല. അതൊരിക്കലും നവോത്ഥാനം ഈ BJPയുടെ അല്ലെങ്കിൽ ഇപ്പൊ മുരളീധരൻ കാണിച്ച കാര്യം ഒരിക്കലും നവോത്ഥാന കേരളത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. തെറ്റ് തന്നെയാണ്. ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞ് ഇവർ ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അതൊരു ന്യായീകരണമാകില്ല. ഒരുപക്ഷെ MLA തിരുത്തേണ്ടി വരും. കാരണം ഈ കാര്യം ഇത്രയും വലിയ ചർച്ചയാകുന്നു, വിവാദങ്ങളിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും MLA തിരുത്തേണ്ടി വരും. അങ്ങനെ MLA തിരുത്തുകയാണെങ്കിൽ ഇനിയിപ്പോ തുടർ നടപടി എന്ന സ്ഥിതിക്ക് അതേ സ്കൂളിൽ പോകും, കുട്ടികൾക്കൊപ്പം ചിത്രങ്ങൾ എടുക്കും, കുട്ടികൾക്ക് മധുരം നൽകും. അങ്ങനെ ഈ പ്രശ്നത്തെ പരിഹരിക്കാമെന്ന് കരുതുമ്പോൾ പോലും മുരളീധരന്റെ ഉള്ളിൽ ഇതുണ്ട്. ഈ 5 വർഷത്തിനിടയിൽ പല ആവർത്തി ഈ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കാനുള്ള സാധ്യത ഉണ്ട്. കാര്യം സ്വാഭാവികമായും എത്രയൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ ഉള്ളിലുള്ള കാര്യം പുറത്തു വരിക തന്നെ ചെയ്യുമല്ലോ. അതാണ് മുരളീധരന് പറ്റിയതും. അതുകൊണ്ട് ഇനി BJP എന്ത് പറഞ്ഞ് ന്യായീകരിച്ചാലും കേരള പൊതുസമൂഹത്തിന് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. തീർച്ചയായും ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേരെ വാഴുന്ന മാതൃകാ സ്ഥാനമാണ് എൻ്റെ കേരളം എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിന്റെ നാട്ടിൽ, അയ്യങ്കാളിയുടെ നാട്ടിൽ ഇത്തരം ഒരു പിഞ്ചു മക്കളുടെ മനസ്സിന്റെ അകത്തേക്ക് ജാതീയതയുടെ വിഷം കുത്തിവെക്കാനും തുപ്പിവെക്കാനുമാണ് ഈ വി മുരളീധരനെ പോലുള്ള ആളുകൾ ശ്രമിച്ചത്. ആ വി മുരളീധരനെതിരായ ശക്തമായ പ്രതിരോധം തീർക്കാൻ കേരളത്തിലെ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന KSUവും SFIയും അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ തയ്യാറാകണം. ഇനി ഒരു MLAയുടെ ഭാഗത്തുനിന്നോ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഭാഗത്തുനിന്നോ ഒരു കുട്ടികൾക്കും ഇത്തരത്തിൽ ഒരു ദുരനുഭവം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ കേരളീയ സമൂഹം തയ്യാറാകണം, കേരളീയ സമൂഹം സ്വീകരിക്കണം. വി മുരളീധരനെ തിരുത്താൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി BJP നേതൃത്വം തയ്യാറായാൽ അവരെ നോക്കി കേരളം കൈയടിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.